നമ്മുടെ MEP ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനോടും ഫ്രഷേഴ്സിനോടും എന്ത് ടിപ്സ് ആണ് കൊടുക്കാനുള്ളത്? ഒരു പക്ഷെ നമ്മുടെ കരിയറിന്റെ സ്റ്റാർട്ടിങ് സമയത്തൊന്നും നമുക്കാരും ബോധേഡ് ആവാത്ത, നമ്മളാരും ശ്രദ്ധിക്കാത്ത, എന്നാൽ നമ്മളുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് MEP എന്നുള്ളത്. ബിൽഡിങ്ങുകളുടെ കൺസ്ട്രക്ഷനും ഒന്നും എവിടെയും നിൽക്കാൻ പോകുന്നില്ല. ആക്ച്വലി എല്ലാ എഞ്ചിനീയേഴ്സും ഫേസ് ചെയ്യുന്ന പോലെ ഒരുപാട് സ്ട്രഗിളൊക്കെ എല്ലാവരും ഫേസ് ചെയ്ത പോലെ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്റ്റാർട്ടിങ് നാട്ടിൽ ഇന്ത്യയിൽ തന്നെ ആയിരുന്നു. ഇന്ത്യയിൽ ഞാൻ കഞ്ചിക്കോട് കല്ലിയത്ത് TMT മെയിൻ്റെനൻസിലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ സൗദിയിൽ ഒരു 2.5 years വർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു 4 years UAE അതുപോലെ തന്നെ കോൺട്രാക്ടിങ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈജിപ്തിൽ ഒരു 1.5 years ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആസ് എ ക്ലയന്റ് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മുഹമ്മദ് റിയാസ് ആണ്. MEP ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ 9+ years ഓഫ് എക്സ്പീരിയൻസ് ആണ് റിയാസിനുള്ളത്. ഫിവ സർട്ടിഫിക്കറ്റ് ഹോൾഡർ കൂടിയാണ്. ഹലോ റിയാസ്. ഹായ് ശ്വേത. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ കരിയർ ജേർണി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ 9 years എങ്ങനെയൊക്കെയാണ് ആ കരിയർ വന്നിട്ടുള്ളത്? എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇപ്പൊ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഒന്ന് ബ്രീഫ് ചെയ്യാമോ? ഞാൻ ആക്ച്വലി എല്ലാ എഞ്ചിനീയേഴ്സും ഫേസ് ചെയ്യുന്ന പോലെ ഒരുപാട് സ്ട്രഗിളൊക്കെ എല്ലാവരും ഫേസ് ചെയ്ത പോലെ ഫേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്റ്റാർട്ടിങ് നാട്ടിൽ ഇന്ത്യയിൽ തന്നെ ആയിരുന്നു. ഇന്ത്യയിൽ ഞാൻ കഞ്ചിക്കോട് നമ്മുടെ കല്ലിയത്ത് TMT മെയിൻ്റെനൻസിലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ സൗദിയിൽ ഒരു 2.5 years വർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു 4 years UAE അതുപോലെ തന്നെ കോൺട്രാക്ടിങ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈജിപ്തിൽ ഒരു 1.5 years ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആസ് എ ക്ലയന്റ് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് എന്താണ് MEP ആൻഡ് വാട്ട് ഡസ് ഇറ്റ് സ്റ്റാൻഡ് ഫോർ? MEP അതായത് നമ്മളൊരു ബിൽഡിംഗ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സിവിൽ വർക്കുകൾ മാത്രം മതിയാവില്ല. അവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മെക്കാനിക്കൽ വർക്കുകളും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്കുകളും. അവിടെയാണ് ഈ MEPയുടെ ഇമ്പോർട്ടൻ്റ് വരുന്നത്. MEPന്റെ ഒരു എക്സ്പാൻഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്. അതാണ്. ഓക്കെ, നമ്മുടെ MEPന്റെ അണ്ടറിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള 4 സർവീസസ് എന്തൊക്കെയാണ്? ഈ MEP ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ആയിട്ടുള്ളത്. പക്ഷെ അതിൽ മെക്കാനിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് HVAC സിസ്റ്റമാണ്. അതായത് ഒരു ബിൽഡിങ്ങിന്റെ കൂളിംഗ് അതുപോലെ തന്നെ അതിന്റെ വെന്റിലേഷൻ, അതാണ് മെക്കാനിക്കൽ പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇലക്ട്രിക്കൽ പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ബിൽഡിങ്ങിലേക്ക് വരുന്ന ഇലക്ട്രിക്കൽ സർവീസസ് എങ്ങനെയായിരിക്കണം, അത് ഡിസൈൻ ചെയ്യുന്നതും അതിന്റെ സൈറ്റ് ഇൻസ്പെക്ഷൻ എങ്ങനെയായിരിക്കണം, ഈ കാര്യങ്ങളെല്ലാം ഇലക്ട്രിക്കൽ സൈഡിൽ വരുന്നത്. ദെൻ പ്ലംബിംഗ് സൈഡിലാണെന്നുണ്ടെങ്കിൽ പ്ലംബിംഗ് വർക്ക് ഉണ്ടാവും. ദെൻ ഓഫ് കോഴ്സ് ഡ്രെയിനേജ് വർക്ക് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഫയർ ഫൈറ്റിംഗ് വർക്കുകളും ഉണ്ടാവും. ഇതിൻ്റെ ഡിസൈനിങ്, ഡ്രാഫ്റ്റിംഗ് അതുപോലെ തന്നെ സൈറ്റ് വർക്കുകൾ, ഇതാണ് മെയിൻ ആയിട്ടുള്ള 4 സർവീസുകൾ. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന 4 സർവീസുകൾ. മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ തമ്മിലുള്ള കോർഡിനേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് MEP വർക്ക്സിൽ? അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒരു ബിൽഡിംഗ് സർവീസിൽ വരുന്ന സമയത്ത് കോർഡിനേഷൻ എന്നുള്ളത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ പ്ലസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ കോർഡിനേഷൻ എന്നുള്ളത് അതിലേറെ വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. കാരണം ഒരിക്കലും ഒരു മെക്കാനിക്കൽ വർക്കുകൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ എക്യുപ്മെന്റ്സ് വിത്തൗട്ട് ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ AC ആണെങ്കിൽ തന്നെ, അതുപോലെ തന്നെ പ്ലംബിങ്ങിന് യൂസ് ചെയ്യുന്ന പമ്പുകളാണെങ്കിലും ചിൽ വാട്ടർ സിസ്റ്റത്തിലുള്ള ചില്ലേഴ്സ്, ഇതെല്ലാം ഇലക്ട്രിക്കൽ ആയിട്ടുള്ള നല്ല കോർഡിനേഷൻ ആണ്. അതുപോലെ തന്നെ പിന്നെയുള്ള ഒരു കോർഡിനേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സീലിംഗ് കോർഡിനേഷൻ ആണ്. അതായത് സീലിംഗിൽ വരുന്ന സമയത്തും ഈ എല്ലാ സർവീസും, ഇപ്പോൾ ഇലക്ട്രിക്കലിന്റെ സർവീസ് ആണെങ്കിലും അതുപോലെ തന്നെ മെക്കാനിക്കൽസിന്റെ സർവീസസ് ആണെങ്കിലും എല്ലാം ഒരേ സീലിംഗിലൂടെ പോകുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീനിലുള്ള കോർഡിനേഷൻ, അതായത് നമ്മൾ കോർഡിനേഷൻ ഡ്രോയിങ്സ് എല്ലാം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് സൈറ്റ് കോർഡിനേഷൻ ആണ്. അതായത് എഞ്ചിനീയേഴ്സ് തമ്മിലുള്ള കോർഡിനേഷൻ, അത് നമ്മുടെ മീറ്റിങ്ങുകളും പല മീറ്റിങ്ങുകളും ഡിസൈൻ ടൈമിലാണെങ്കിലും നമുക്കുണ്ടാവും. അതുപോലെ തന്നെ സൈറ്റ് എക്സിക്യൂഷൻ സമയത്താണെങ്കിലും നമുക്ക് കോർഡിനേഷൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. MEP ബിൽഡിംഗ് സർവീസസിന്റെ അണ്ടറിൽ വരുന്ന ഡിഫറെന്റ് സർവീസസ് എന്തൊക്കെയാണ്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയുള്ള സർവീസുകളാണ്. അതായത് മെക്കാനിക്കൽ ഹീറ്റ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയാം. അതായത് വെന്റിലേഷൻ സിസ്റ്റം ഉണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ അവിടുത്തെ എയർ കണ്ടീഷൻ സിസ്റ്റം ഉണ്ടാവും. ദെൻ ഇലക്ട്രിക്കൽ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് 2 ആയിട്ട് ഇലക്ട്രിക്കലിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇലക്ട്രിക്കൽ സർവീസ്, ദെൻ നെക്സ്റ്റ് ELV സർവീസ്, അതായത് എക്സ്ട്രാ ലോ വോൾട്ടേജ് സർവീസ് എന്നുള്ളതാണ്. പിന്നെ വരുന്നത് പ്ലംബിങ്ങിലാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ഫയർ ഫൈറ്റിംഗ് വരും, അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ, ദെൻ ഡ്രെയിനേജ് സിസ്റ്റം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. ഇതിന്റെ എല്ലാം ഡിസൈനിങ് ആണ് ഒരു MEP എഞ്ചിനീയർ റോള് എന്ന് പറയുന്നത്. ഡിസൈനിങ് ആൻഡ് സൈറ്റ് കോർഡിനേഷൻ, സൈറ്റിലെ ഇൻസ്റ്റലേഷൻ, എക്സിക്യൂഷൻ, അതാണ് നമ്മളൊരു MEP എഞ്ചിനീയറുടെ മെയിൻ റോള്. അതിന്റെ കൂടെ തന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്, ക്വാളിറ്റി കൺട്രോൾസ്, ഇതെല്ലാം അതിന്റെ പാർട്ടായിട്ട് വരും. ഓക്കെ, ഒരു ബിൽഡിംഗിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ സർവീസസിൽ ഉണ്ടാവുന്ന കോമ്പണൻസ് എന്തൊക്കെയാണ്? ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു MEP ഇലക്ട്രിക്കൽ എഞ്ചിനീയറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന രണ്ട് സർവീസ് എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക്കൽ സർവീസ് എന്ന് പറയുന്നതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന രണ്ട് സർവീസ് ലൈറ്റ് സിസ്റ്റം ആൻഡ് പവർ സിസ്റ്റം എന്ന് പറയാം. ഈ ലൈറ്റ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ലൈറ്റുകൾ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാനുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ലോഡുകളുള്ള എക്സോസ്റ്റ് ഫാൻസ്, അതുപോലെ തന്നെ നമ്മുടെ ബെല്ല്, ഇങ്ങനത്തെ ലൈറ്റ് ലോഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ലൈറ്റിംഗ് ലേ ഔട്ടിന്റെ അണ്ടറിലാണ് നമ്മൾ വരിക. ലൈറ്റിംഗ് ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ ലൈറ്റ് സിസ്റ്റംസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഡ്രോയിങ്ങിനാണ് നമ്മൾ ലൈറ്റിംഗ് ലേ ഔട്ട്. നെക്സ്റ്റ് കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ അത് സ്മോൾ പവർ കോമ്പണൻസ് ആണ്, അല്ലെങ്കിൽ പവർ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. അതിൽ വരുന്നത് നമ്മുടെ മെയിനായിട്ട് വരുന്നത് സോക്കറ്റ്സ്, ദെൻ നമ്മുടെ അതുപോലെ തന്നെ കൂടുതൽ പവർ യൂസ് ചെയ്യുന്ന നമ്മുടെ AC സിസ്റ്റം, അതുപോലെ തന്നെ നമ്മൾ വാട്ടർ ഹീറ്ററിന്റെ പവർ, അങ്ങനത്തെ എല്ലാ പവർ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ പവർ ലേ ഔട്ടിന് അണ്ടറിൽ നമ്മൾ ചെയ്യും. ഇതാണ് മെയിൻ ആയിട്ടുള്ള കോമ്പണന്റ്. പിന്നെ അതിന് സബ് ആയിട്ടുള്ള ഒരുപാട് കോമ്പണൻസ് വരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ എർത്തിങ് സിസ്റ്റം വരുന്നുണ്ട്, അതുപോലെ തന്നെ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ ELV സിസ്റ്റം നമുക്ക് സെപ്പറേറ്റ്, ELV സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ലോ വോൾട്ടേജ് ആയിട്ടുള്ള സിസ്റ്റംസ് സെപ്പറേറ്റും വരുന്നുണ്ട്. ഈ പറഞ്ഞ എക്സ്ട്രാ ലോ വോൾട്ടേജ് സിസ്റ്റം ഓഫ് എ ബിൽഡിംഗിൽ വരുന്ന ഡിഫറെന്റ് ലൈക്ക് സിസ്റ്റംസ് എന്തൊക്കെയാണ്? എക്സ്ട്രാ ലോ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ അത് അവിടെ ഇലക്ട്രിക്കലും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിനും ഒരുപോലെ അതിൽ ചാൻസസ് വരാറുണ്ട്. കാരണം എക്സ്ട്രാ ലോ വോൾട്ടേജ് പറഞ്ഞാൽ നമുക്കൊരു 50 വോൾട്ടിൽ താഴെ ഉള്ള സിസ്റ്റത്തിന് നമ്മൾ എക്സ്ട്രാ ലോ വോൾട്ടേജ് എന്ന് പറയും. ഇതിൽ മെയിനായിട്ട് വരുന്നത് നമുക്ക് ഫയർ അലാറം സിസ്റ്റം വരും. ദെൻ അതുപോലെ തന്നെ നമുക്കൊരു മാളുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം കേൾക്കാറുള്ള നമ്മുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റം, അതായത് പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറയും, PA സിസ്റ്റം എന്ന് പറയും. നെക്സ്റ്റ് വരുന്നത് നമുക്കതിൽ IT സിസ്റ്റം, അതായത് നമ്മുടെ ഡാറ്റ പോയിന്റ്സ്, കമ്പ്യൂട്ടറുമായിട്ട് ഡാറ്റ പോയിന്റ്സ്, അതുപോലെ തന്നെ ടെലിഫോൺ പോയിന്റ്സ്, ഈ പോയിന്റുകളെല്ലാം വരുന്നതാണ് IT സിസ്റ്റം. പിന്നെ വരുന്നത് അതിൽ ഇതൊരു നമുക്ക് പറയുന്നത് ബ്രോഡ് സംഭവം. നമ്മൾ പറയുന്നു അതിന് പുറത്തേക്ക് ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ബാങ്കും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, ഓഫീസിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ആക്സസ് എപ്പോഴും റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അതിനെക്കുറിച്ച് അതുമായിട്ട് റിലേറ്റഡ് ഒരു സിസ്റ്റമാണ് ആക്സസ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഓഫീസ് ബിൽഡിങ്ങിൽ യൂസ് ചെയ്യും, അതുപോലെ തന്നെ ബാങ്ക്സിലും യൂസ് ചെയ്യും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള, അതായത് ഇത് കൂടാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ആണ് നേരത്തെ പറഞ്ഞ ആക്സസ് കൺട്രോൾ സിസ്റ്റം. അതുപോലെ തന്നെ നമ്മളൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർ പേഷ്യൻസും നേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നേഴ്സ് കോൾ സിസ്റ്റം എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, ഇപ്പോൾ ഓൾമോസ്റ്റ് പോപ്പുലർ ആയിരിക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ കൺട്രോൾ, അല്ലെങ്കിൽ ബിൽഡിങ്ങിനെ എത്രത്തോളം സസ്റ്റൈനബിൾ ആക്കാമെന്നതിന് ഒക്കെ ആയിട്ട് വരുന്നതാണ് ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. അതുപോലെ തന്നെ വേറൊരു സിസ്റ്റമാണ് ലൈറ്റിംഗ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയും. ലൈറ്റുകളുടെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം, അതായത് ലൈറ്റിന്റെ കൺട്രോൾ ചെയ്തിട്ട് ബിൽഡിംഗ് നമുക്ക് പവർ കൺസംഷനും അവിടെ സേവ് ചെയ്യാം, പവറിന്റെ യൂസേജും സേവ് ചെയ്യാം, അതുപോലെ തന്നെ ലൈറ്റുകളുടെ അറേഞ്ച്മെന്റും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം. ഇത് മാത്രമല്ല, ഇതപ്പുറത്തേക്ക് ഒരുപാട് ബ്രോഡായി എടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ലോ വോൾട്ടേജ് സിസ്റ്റം എന്ന് പറയുന്നത്. പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓഫ് എ ബിൽഡിങ്ങിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബിൽഡിങ്ങിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ ഇമ്പോർട്ടൻസ് വരുന്നത് പവറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കണം ഒരു ബിൽഡിങ്ങിൽ എന്നുള്ളതാണ്. അതിൽ പല കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതുണ്ട് ആ ഒരു പവർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത്. അതിൽ ഒന്നെങ്കിൽ അതിന്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം. അപ്പം എങ്ങനെയാണ് അതിന്റെ ഒരു പവർ ഡിസ്ട്രിബ്യൂഷൻ വരുന്നതെന്ന് വെച്ചാൽ, നോർമലി അതിന്റെ ലോഡ് അനുസരിച്ചിട്ട് ഒന്നെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോമർ ഉണ്ടാവാതെ ബിൽഡിങ്ങിന് ഡിപ്പെൻഡ് ആയിരിക്കും, ലോഡിന് ഡിപ്പെൻഡ് ആയിരിക്കും ട്രാൻസ്ഫോമറിന്റെ റിക്വയർമെന്റ് എന്നുള്ളത്. പിന്നെ വരുന്നത് ട്രാൻസ്ഫോമർ കഴിഞ്ഞാൽ പിന്നെ വരിക അതിന്റെ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എന്നുള്ള പറഞ്ഞാൽ MDB ആണ്. ഈ MDBസിന്റെ എല്ലാം സബായിട്ട് വരുന്ന ചെറിയ DBകളെ നമുക്ക് സബ് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എന്ന് പറയും, SMDBs എന്ന് പറയും. പിന്നെ അതിലേക്ക് വരുന്നതാണ്, അതിന്റെ താഴെ വരുന്നതാണ് FDB എന്ന് പറയും, അല്ലെങ്കിൽ DB എന്ന് പറയുന്ന ഫൈനൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എന്ന് പറയും. ഈ ഫൈനൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്കായിരിക്കും നമ്മളുടെ എല്ലാ എക്യുപ്മെന്റ്, അല്ലെങ്കിൽ എല്ലാ ലൈറ്റുകൾ ഉണ്ടെങ്കിൽ ലൈറ്റ് എല്ലാം കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ഒരു DBയിലേക്കായിരിക്കും. അതിന് നമ്മൾ ലൈറ്റ് DB എന്ന് പറയാം. എല്ലാ വയറിങ്ങും വരുന്നത് ഈ ഒരു DBയിലേക്കായിരിക്കും, ഫൈനൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്കായിരിക്കും നമ്മുടെ എല്ലാ പോയിന്റ്സും കണക്ട് ആയിട്ടുണ്ടാവുക. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കുക.
ഇനീഷ്യലി സിറ്റി ലൈനിൽ നിന്ന് ബിൽഡിങ്ങിലേക്ക് എങ്ങനെയാണ് പവർ എടുക്കുന്നത്? അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂഷനിൽ മെൻഷൻ ചെയ്തു, ഒന്നെങ്കിൽ അതോറിറ്റി ലൈനിൽ നേരെ എന്ത് വരും, ട്രാൻസ്ഫോമറിലേക്ക് വരും. ട്രാൻസ്ഫോമറിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് അപ്പ് ഡൗൺ ആണ് അല്ലെ. അപ്പോൾ ഈ സിറ്റിയിൽ വരുന്ന പവർ ഒന്നെങ്കിൽ ഡയറക്റ്റ് നമ്മളുടെ MDBയിലേക്ക് വരാം. പക്ഷെ ഇതിന്റെ ഇൻ ബിറ്റ്വീനിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അതോറിറ്റിന്റെ മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യണം. ഒന്നെങ്കിൽ ഡയറക്റ്റ് ട്രാൻസ്ഫോമറിലേക്ക് വരാം, ഡിപ്പെൻഡ് ഓൺ ലോഡ് ആയിരിക്കും. ലോഡ് കൂടുതലാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബിൽഡിങ്ങിലേക്ക് ട്രാൻസ്ഫോമർ ആവശ്യമുണ്ടാവും. അപ്പോൾ വരുന്നത് ത്രൂ ട്രാൻസ്ഫോമർ ആയിരിക്കും. അതല്ല ലോഡ് കുറവാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ അതോറിറ്റിയുടെ ട്രാൻസ്മിഷൻ ലൈനിൽ നിന്ന് നമ്മളൊരു ഇലക്ട്രിസിറ്റി മീറ്ററിലേക്ക് വരും. ഈ മീറ്ററിൽ നിന്ന് നമ്മുടെ MDB ഉണ്ടെങ്കിൽ MDBയിലേക്ക് വരും. ഇവന് സ്മോൾ നമ്മുടെ വീടൊക്കെ ആണെങ്കിൽ ഒരു MDBയിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല, നമുക്കൊരു ചെറിയ DB മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലേക്ക് DB വരും. അതിലൊരു ഡയറക്റ്റ് DBയിലേക്ക് വന്നിട്ട് DBന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രൂപത്തിലായിരിക്കും. ഒരു ചെറിയ വീടുകളുടെ കേസിലൊക്കെ ആയിരിക്കും. ബിൽഡിങ്ങിന്റെ സൈസ് അനുസരിച്ചിട്ട് അതിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണും. പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ LV കേബിളിന്റെ റോൾ എന്താണ്? അതായത് ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്ന സമയത്ത് അതിന്റെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഒരു പാത്ത് എന്ന് നമുക്ക് പറയുന്നതാണ് കേബിൾസിന്റെ റോള്. LV കേബിൾ എന്ന് പറഞ്ഞാൽ ലോ വോൾട്ടേജ് കേബിൾ എന്ന് പറയാം. നോർമലി നമ്മൾ വോൾട്ടേജുകളെ പലതായിട്ട് ഹൈ വോൾട്ടേജ്, മീഡിയം വോൾട്ടേജ്, ലോ വോൾട്ടേജ് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫോമറിന്റെ ശേഷം വരുന്ന കേബിൾസിനെ നമുക്ക് എന്ത് ചെയ്യും, LV കേബിൾസ് എന്ന് പറയും. അത് തന്നെ പല ടൈപ്സ് ഓഫ് കേബിളുകൾ അവൈലബിൾ ആണ്. ഒന്നെങ്കിൽ ആർമഡ് കേബിൾ എന്ന് പറയും, ഷീറ്റഡ് കേബിൾ, ഫ്ലെക്സിബിൾ കേബിൾസ്, അങ്ങനെ പല ടൈപ്സ് ഓഫ് കേബിൾസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കറണ്ടിനെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു കേബിൾസിന്റെ, LV കേബിൾസിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരുന്നു. മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്ന് ലൈക്ക് ഒരു ബിൽഡിങ്ങിന്റെ ഡിഫറെന്റ് ലെവലിലേക്ക് പവർ എങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ആയിരിക്കും. ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്പർ ഓഫ് ട്രാൻസ്ഫോമേഴ്സിനനുസരിച്ച് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിന്റെ, മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിന്റെ എണ്ണം വ്യത്യസ്തം ഉണ്ടായിരിക്കും. കാരണം ഒരു ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഒരു MDB വേണം, 2 ട്രാൻസ്ഫോമർ വരുമ്പോൾ 2 MDB അങ്ങനെയായിരിക്കും. ഒരു ട്രാൻസ്ഫോമറിന് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന പാർട്ടിനെ നമുക്ക് MDB എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എന്ന് വിളിക്കാം. ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ത്രൂ SMDBസിലൂടെ ആയിരിക്കും. എന്താണ് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്? അതേപോലെ തന്നെ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡും SMDB തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഒരു ബിൽഡിങ്ങിൽ വരുന്ന സമയത്ത് അവിടെ നമ്മൾ പവർ നേരത്തെ പറഞ്ഞ ആദ്യം പവർ വരുന്നത് നമ്മൾ ട്രാൻസ്ഫോമറിന് വരുന്നത് MDBയിലേക്കായിരിക്കും. അതാണ് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. ഈ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഡിപ്പെൻഡ്സ് ഓൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. ഒരു ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ നമുക്കൊരു MDB വേണം എന്നുള്ളതാണ്. അപ്പോൾ 2 ട്രാൻസ്ഫോമർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി 2 MDBs ആയിരിക്കും. പക്ഷെ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് ലൈറ്റും ഫാനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ഒരു DBയിലേക്ക് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരുമിച്ച് കണക്ട് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു സോണായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ SMDB കൊടുക്കുന്നത്. അതായത് ആദ്യം ഇത് MDBയിലേക്ക് വരുന്നു. ഇതിന് എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 5 ഫ്ലോർ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ഫ്ലോർ, ഈ 5 ഫ്ലോറിൻ്റെയും ടോട്ടൽ പവർ വരുന്നതിന് നമുക്ക് MDB എന്ന് വിളിക്കാം. എന്നാൽ ഈ ഓരോ ഫ്ലോർസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ SMDBs വെക്കാം. അപ്പോൾ ഈ ഓരോ ഫ്ലോറിന്റെ പവർ എന്തായിരിക്കും, ഈ SMDBയിലേക്കായിരിക്കും വരുന്നുണ്ടല്ലോ. ഈ ഒരു ഫ്ലോറിൽ തന്നെ മേ ബി നമുക്കൊരു 5 ഫ്ലാറ്റുകൾ ഉണ്ടെന്ന് വെക്കുകയാണെങ്കിൽ ഈ 5 ഫ്ലാറ്റുകളിൽ നിന്നോടും വരുന്ന 5 DBs ഈ 5 DBs വന്ന് ചേരുന്നത് ഒരു SMDBയിലേക്കായിരിക്കും. അതുപോലെ നമ്മൾ 5 ഫ്ലോർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ 5 ഫ്ലോറിലും 5 SMDBs ഉണ്ടാവും. ഈ 5 SMDBസും വന്ന് ചേരുന്നത് ഒരു MDBയിലേക്കായിരിക്കും. അറ്റ് ദ എൻഡിൽ 1 കൺട്രോളിലേക്ക് എത്തി. അതാണ് SMDBസും MDBസും തമ്മിൽ. അതൊന്ന് സബ് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ്, മറ്റത് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ്. ഒരു ലൈറ്റിംഗ് സിസ്റ്റം ഓഫ് എ റൂം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഒരു റൂമിന്റെ ലൈറ്റിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു DB ഉണ്ടാവും. DBയിലായിരിക്കും ഈ ലൈറ്റുകളെല്ലാം, അല്ലെങ്കിൽ ഒരു റൂമിൽ ഇപ്പോൾ 4 5 ലൈറ്റ് ഉണ്ടെങ്കിൽ ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു DBയിലായിരിക്കും എന്ന് വിചാരിക്കുന്നെങ്കിൽ, അതിൽ നമ്മൾ DBന്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബ്രേക്കറുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് MCBs നമ്മൾ പറയും, ചെറിയ ചെറിയ ബ്രേക്കേഴ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ ഇൻകമുള്ള ഒരു മെയിൻ ബ്രേക്കറും കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരു ബ്രേക്കറിൽ നിന്നായിരിക്കും ഡയറക്റ്റ് ഒരു ലൈറ്റിലേക്ക് പോയിട്ടുണ്ടാവുക. അതിന് നമ്മൾ MCB എന്ന് പറയാം, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. ഈ ബ്രേക്കറിൽ നിന്നായിരിക്കും ലൈറ്റിലേക്ക് പോയിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ ബ്രേക്കറിൽ നിന്ന് ഈ ബ്രേക്കർ ഓൺ ഓഫ് ചെയ്യുന്ന സമയത്ത് ആ ബ്രേക്കറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ലൈറ്റുകളെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ റൂമിലേക്ക് ഇപ്പൊ നമ്മൾ മേബി നമുക്ക് 1 or 2 റൂമിനെ ഒരു ബ്രേക്കറിലേക്ക് കണക്ട് ചെയ്യാം, അത് കുഴപ്പമില്ല. പിന്നെ പക്ഷെ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഓരോ റൂമിലേക്കും സെപ്പറേറ്റ് സ്വിച്ചസ് വേണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ DBയിൽ നിന്ന് വരുന്ന
വയറ് അതിൻ്റെ ഫേസിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുന്നു. ആ റൂമിൻ്റെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യും. ആ റൂമിൻ്റെ സ്വിച്ചിൽ നിന്ന് ഔട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ റൂമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലൈറ്റിലേക്ക് കണക്ട് ചെയ്യും. നമ്മൾ ഈ ഒരു ബ്രേക്കർ തന്നെ വേറൊരു റൂമും കൂടി വെച്ച് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വേറൊരു സ്വിച്ച് കൂടെ വെച്ചിട്ട് ആദ്യം ഈ ഫസ്റ്റ് റൂമിൻ്റെ സ്വിച്ചിലേക്ക് വരുന്നു. അതായത് ബ്രേക്കറിൽ നിന്ന് ഫസ്റ്റ് റൂമിൻ്റെ സ്വിച്ചിലേക്ക് വരുന്നു. ദെൻ നെക്സ്റ്റ് അതിൽ നിന്ന് തന്നെ അടുത്ത റൂമിൻ്റെ സ്വിച്ചിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിന് സ്വിച്ചിൻ്റെ ഇന്ന് ഔട്ട് എന്ന് പറഞ്ഞാൽ 2 പോർഷൻ ഉണ്ടാവും. നമ്മൾ ഇന്നിലായിരിക്കും ഈ ഒരു ബ്രേക്കറിൽ നിന്ന് വരുന്ന വയറുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇതിൻ്റെ ഔട്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ റൂമിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈറ്റുകളിലേക്ക് കണക്ട് ചെയ്യും. നെക്സ്റ്റ് റൂമുമായിട്ട് ബന്ധപ്പെട്ട ലൈറ്റ് ആ റൂമിൻ്റെ സ്വിച്ചിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ലൈറ്റുകളെ കണക്ട് ചെയ്യും. പക്ഷെ ഇതിൻ്റെ ഇന്നുകളായിരിക്കും തമ്മിൽ ലൂപ്പ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഇതിന് എന്ന് പറയുന്ന പോർഷൻ രണ്ടും എന്തായാലും ബ്രേക്കറുമായിട്ട് ലൂപ്പ് ചെയ്തിട്ട് ഔട്ട് ഗോയിങ് പാർട്ടുകൾ സ്വിച്ചും ലൈറ്റുമായിട്ട് കണക്ട് ചെയ്യും. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിനെ ന്യൂട്രൽ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മളെപ്പോഴും ഡയറക്റ്റ് DBയിൽ നിന്ന് ഡയറക്റ്റ് ലൈറ്റിലേക്ക് വരിക ചെയ്യുക. അതും സ്വിച്ചുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. ഒരു ബിൽഡിംഗ് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ UPS ഫംഗ്ഷൻ എന്താണ്? UPS എന്ന് പറഞ്ഞാൽ അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ എന്നുള്ളതാണ്. നമുക്കറിയാം പവർ ഷട്ട് ഡൗണും പവർ കട്ടൊക്കെ നമുക്ക് ഇപ്പോൾ സാധാരണ കൊണ്ടിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു വലിയ ബിൽഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓഫീസ് ബിൽഡിംഗ് ആയിരിക്കാം, എവിടെയാണെങ്കിലും അതിൻ്റെ അവിടെ ഓരോ ഹവേഴ്സും അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ പവർ ഇല്ലാണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ വെച്ചിട്ട് ആ ഒരു പവർ കട്ട് സമയത്ത് നമ്മൾ പർട്ടിക്കുലർ പീരീഡിലേക്ക് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ UPSന്റെ. അതിലൊരു ബാറ്ററി വെച്ചിട്ടുണ്ടാകും. ഈ ബാറ്ററി യൂസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് നമ്മൾ ലൈറ്റിന് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. ഒരു ലോങ് പീരീഡിലേക്കൊന്നും നമുക്ക് UPS യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന പോലത്തെ അങ്ങനെയല്ല. ബിൽഡിംഗ് സർവീസിൽ വരുമ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബാക്കപ്പ് ജനറേറ്ററെല്ലാം വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിന് ഇൻ ബിറ്റ്വീനിലുള്ള ഒരു ഗ്യാപ്പ് അവോയ്ഡ്, അതായത് ജനറേറ്റർ ആണെങ്കിൽ ജനറേറ്ററിനെ നമ്മൾ ഒരു ടൈം എടുക്കും, ഒരു പർട്ടിക്കുലർ ടൈം എടുക്കും, ഒരു 1 മിനിറ്റ് ഒക്കെ മിനിമം എടുക്കുന്നു ഈ ഒരു പവർ പോയിട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ഗ്യാപ്പിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് UPS യൂസ് ചെയ്യാം. ബിൽഡിംഗിന്റെ സേഫ്റ്റി മെഷേഴ്സിലേക്ക് നോക്കുമ്പോൾ അതിൽ വരുന്ന മെയിൻ ആയിട്ട് ലൈക്ക് നമ്മുടെ എക്സ്ട്രാ ലോ വോൾട്ടേജ് സിസ്റ്റത്തിന്റെ റോൾ എന്താണ്? സേഫ്റ്റി കേസിൽ നമ്മൾ എക്സ്ട്രാ ലോ വോൾട്ടേജ് വരുന്നത് 2 കേസാണ്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് ഫയർ അലാറം സിസ്റ്റം എന്നുള്ളതാണ്. ഫയർ അലാറം എന്ന് പറഞ്ഞാൽ അത് ഒരു ഫയർ വരുന്ന സമയത്ത്, ഫയർ ഡിറ്റക്റ്റ് ആവുന്ന സമയത്ത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഒക്കുപ്പൻസിനെ നോട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഫയർ അലാറം സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻ. ഒരിക്കലും ഫയറിനെ ഇല്ലാണ്ടാക്കുന്നില്ല. ഫയർ അലാറം സിസ്റ്റം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫയർ അവിടെയുള്ള ഒക്കുപ്പൻസ് ആരൊക്കെയാണോ അവരെ നോട്ടിഫൈ ചെയ്യുക, പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ലോ വോൾട്ടേജ് സിസ്റ്റത്തിൽ വരുന്ന വേറൊന്നാണ് എമർജൻസി ലൈറ്റ്. ഇപ്പോൾ ഒരു ഫയറിൻ്റെ കേസിൽ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഒരു ബിൽഡിങ്ങിൽ ഫയർ ഉണ്ടായിട്ട് ആളുകൾ മരിക്കുന്നത് ഒരിക്കലും ഫയർ കാരണമായിട്ടായിരിക്കില്ല. അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റാണ്ട് അവിടെ ഉണ്ടാവുന്ന തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും മരിക്കാനുള്ള ചാൻസുകൾ കൂടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫയർ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ അത് ഇലക്ട്രിസിറ്റിനൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ ഇലക്ട്രിസിറ്റി തന്നെ കട്ട് ഓഫ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് എമർജൻസി ലൈറ്റ് സിസ്റ്റം. അല്ലെങ്കിൽ അതിന് നമ്മൾ എമർജൻസി ആയിട്ട് അവിടത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റ് അവൈലബിൾ ആക്കും. അതുപോലെ തന്നെ എസ്കേപ്പ് റൂട്ടുകൾ നമ്മൾ ഇപ്പോൾ ബിൽഡിങ്സിലെല്ലാം കണ്ടിട്ടുണ്ടാവും, എക്സിറ്റ് സൈനുകൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ആ എക്സിറ്റ് സൈനിലേക്ക് ഉള്ള പവർ അതൊക്കെ ഇലുമിനേറ്റഡ് ഒക്കെ ആയിരിക്കും, ലൈറ്റൊക്കെ ഉള്ളതായിരിക്കും പറയും. അപ്പോൾ ആ എക്സിറ്റ് റൂട്ടുകൾ കാണിച്ചു തരിക എന്നുള്ളതാണ് എമർജൻസി ലൈറ്റിന്റെ ഫംഗ്ഷൻ. ഫയർ അലാറം ആണെന്നുണ്ടെങ്കിൽ ആളുകളെ നോട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫയർ അലാറത്തിന്റെ ഫംഗ്ഷൻ. ഓക്കെ, നമ്മുടെ MEP ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനോടും ഫ്രഷേഴ്സിനോടും എന്ത് ടിപ്സ് ആണ് കൊടുക്കാനുള്ളത്? ഒരു പക്ഷെ നമ്മുടെ കരിയറിന്റെ സ്റ്റാർട്ടിങ് സമയത്തൊന്നും നമുക്കാരും ബോധേഡാവാത്ത ഒരു സംഭവമായിരിക്കും നമ്മളത് ശ്രദ്ധിക്കാത്ത, എന്നാൽ നമ്മളുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് MEP എന്നുള്ളത്. ബിൽഡിങ്ങുകളുടെ കൺസ്ട്രക്ഷനും ഒന്നും എവിടെയും നിൽക്കാൻ പോകുന്നില്ല, അത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ MEP എഞ്ചിനീയേഴ്സിന്റെ ഓപ്പർച്യൂണിറ്റീസ് വളരെ ബ്രോഡാണ്. ഒരു കാര്യം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, നമ്മൾ പാഷനേറ്റ് ആവണം. ആസ് എ എഞ്ചിനീയർ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും എപ്പോഴും നമ്മൾ അവിടെയുള്ള നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം കാണുമ്പോൾ നോട്ടീസ് ചെയ്യുക. അത് നമുക്ക് നമ്മുടെ കരിയറിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്വിച്ച് കണ്ടാൽ ഇതെന്താണ്, അല്ലെങ്കിൽ ലൈറ്റുകൾ കണ്ടാൽ പല ടൈപ്സ് ഓഫ് ലൈറ്റുകളൊക്കെ പല ബിൽഡിങ്സിലും യൂസ് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ കാണുന്ന ലൈറ്റുകൾ പലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡോക്ടറുടെ ഒബ്സർവേഷൻ റൂം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ കാണുന്ന ആൾ യൂസ് ചെയ്യുന്ന ലൈറ്റുകളെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ആസ് എ ഒരു എഞ്ചിനീയർ ഡിസൈൻ ചെയ്ത ഇത് തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എപ്പോഴും നമ്മൾ ഫീൽഡിനോട് പാഷനേറ്റ് ആവുക, അത് നമുക്ക് വരുന്ന ടൈമുകളിൽ നമ്മളിത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് റിയാസ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ തന്നെയായിരുന്നു. MEP ഇലക്ട്രിക്കൽ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്.